ലാസ്റ്റ് ക്ലാസ് ജൂൺ 6 ജൂൺ 6 വെള്ളിയാഴ്ച വെച്ച്. നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഡിസ്കൗണ്ട് എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. വെൻഡർ പർച്ചേസ് വിത്ത് ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് പേ ചെയ്തു. അതുവരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയേണ്ടത് നെക്സ്റ്റ് ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, പേയ്മെന്റ് എന്ന് പറയും. കഴിഞ്ഞ സിറ്റുവേഷനിൽ ഡിസ്കൗണ്ട് നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുത്തു, 1000 എന്ന് പറഞ്ഞ എമൗണ്ട് ടൈപ്പ് ചെയ്തു. ഇനി അതല്ലാതെ ഓരോ കമ്പനിയിലും സാഹചര്യം അനുസരിച്ച് ഇപ്പോ വെൻഡേഴ്സ് പെട്ടെന്ന് പൈസ തരാനായിട്ട് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ റീപേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10% ഡിസ്കൗണ്ട്. ഇനി 15 ദിവസത്തിനുള്ളിലാണെങ്കിൽ ഡിസ്കൗണ്ടിന്റെ ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കും, 5% ആവും. 30 ദിവസത്തിനുള്ളിൽ തിരിച്ച് അടക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടും ഒന്നുമില്ല, ഫുൾ എമൗണ്ടും അടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ലാബ് വെച്ചിട്ടുള്ള ഡിസ്കൗണ്ടും ചിലപ്പോ നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ വെൻഡർ എന്നുള്ള കോൺഫിഗറേഷൻ മാത്രം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് വെൻഡർ ഡിസ്കൗണ്ടും പിന്നെ വെൻഡറിന്റെ പേയ്മെന്റ് ടേം ചെയ്യുന്നത്. ഈ പേയ്മെന്റ് ടേം തന്നെ കസ്റ്റമറിനും ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോ പേയ്മെന്റ് ടേം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കമ്പനിയിൽ ഡിസ്കൗണ്ടിന് ഒരു ലെഡ്ജർ വേണം. ഇത് ഓൾറെഡി നമ്മുടെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളതിപ്പോ ചെയ്യുന്നില്ല. പേയ്മെന്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഡിസ്കൗണ്ട് ടേംസും കണ്ടീഷനും, എപ്പോഴാണ് പൈസ കൊടുക്കുന്നത് അതിന്റെ ബേസിസിൽ ഡിസ്കൗണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം GL അക്കൗണ്ട് ഫോർ ഡിസ്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. We can skip this step as it's already configured. Okay. അങ്ങനെ F00 ചെയ്യുന്നില്ല. ഇനി ഡിഫൈൻ അക്കൗണ്ട് ഫോർ ക്യാഷ് ഡിസ്കൗണ്ട് OBXU എന്ന് പറയുന്ന ടി കോഡ്, ഇതും കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടാവും. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു ലേറ്റ്. ഓക്കെ, സോ OBXU ഈ ഒരു സ്റ്റെപ്പും കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതായത് ഇതിനു മുമ്പ് ചെയ്ത ഡിസ്കൗണ്ടിന്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഡിസ്കൗണ്ട് ജനറൽ കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു. ലോഗിൻ ആവും. ഓക്കെ, അനീസും ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പേയ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അതിനെ SAP പേയ്മെന്റ് ടൈം എന്ന് പറയും.
ഇനി കഴിഞ്ഞ ദിവസം ഈ ഒരു ഡിസ്കൗണ്ട് ചെയ്ത സമയത്ത്, അതായത് കഴിഞ്ഞ ദിവസം ഈ ഒരു ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് ഡിസ്കസ് ചെയ്തത്, അതിലും ഉണ്ടായിരുന്നു ഈ ഒരു OBXU എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഇവിടെയും ചെയ്യണ്ട. അതായത് ഈ ഒരു OBXUവിൽ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ വെൻഡേഴ്സ് ഡിസ്കൗണ്ട് വരും. ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് സെർവറിൽ ജനറൽ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു OBXU തന്നെ ഇവിടെ നമ്മൾ പേയ്മെന്റ് ടേമിലും ആവശ്യമുണ്ട്. പക്ഷെ അത് നമ്മളിവിടെ ഇന്ന് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി അത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 സെറ്റിംഗ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് പേയ്മെന്റ് ടേം എന്ന് പറയുന്നത്. അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺഫിഗറേഷൻ തീരും. ടി കോഡ് ഇതാണ്, OBB8. ഓക്കെ, ഇനി പേയ്മെന്റ് ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഹിയർ we will be defining condition based on which discount will be provided. ഡിസ്കൗണ്ട് കൊടുക്കുന്ന കണ്ടീഷനാണ് പേയ്മെന്റ് ടേമിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ പേയ്മെന്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു OBB8 മുതലായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. ഇത് മുതലാണ് പുതിയ ടി കോഡ്. ഈ OBB8 എടുക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പേയ്മെന്റ് ടേംസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടൊരു പേയ്മെന്റ് ടേം ആയിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പേയ്മെന്റ് ടേം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ന്യൂ എൻട്രീസ് എന്നുള്ള ഓപ്ഷൻ സ്ക്രീനിൽ ഉണ്ടാവും. അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്ലിക്ക് ന്യൂ എൻട്രീസ്. ഓക്കെ, ഈ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും പോകുന്നത്. ഈ പേജിൽ നമ്മുടെ പേയ്മെന്റ് ടേമിന് ഒരു കോഡ് കൊടുക്കണം, പിന്നെ സെയിൽസ് ടെക്സ്റ്റ്, എക്സ്പ്ലനേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ ഇവിടെയാണ് ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഞാനിവിടെ പേയ്മെന്റ് ടൈം TTMR എന്നുള്ള കോഡ് തന്നെ കൊടുക്കുകയാണ്. ഇനി ഇവിടെ സെയിൽസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് ഡിസ്കൗണ്ട് കണ്ടീഷൻ. ഇത് തന്നെ നമുക്ക് സെയിൽസിനും പെർച്ചേസിനും ആപ്ലിക്കബിൾ ആക്കാം. അതായത് ഒറ്റ ഡിസ്കൗണ്ട് ടൈമാണ്, അല്ല പേയ്മെന്റ് ടൈമാണ്. ഓക്കെ, അത് തന്നെ ഇവിടെ ഓൺ എക്സ്പ്ലനേഷനിൽ കൊടുത്തു. ഇനി ഇവിടെ ഒരു ഡേ ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം കിടപ്പുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഡേ ഓഫ് ദി ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇവിടെ 15th ഇവിടെ പറയുന്ന പോലെ 15th എന്ന് പറയുന്ന ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും 15-ാം തീയതി മുതലായിരിക്കും ഈ ഒരു പേയ്മെന്റ് വാലിഡ് ആവും. അതായത് ഇപ്പൊ ഇന്ന് 10-ാം തീയതി ആയിട്ടുള്ളൂ. നമ്മളിവിടെ ഇപ്പൊ 15 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് ടൈം കൊടുക്കുന്നത് അവിടെ വരില്ല. അതായത് ആ ഡിസ്കൗണ്ടിന്റെ കണ്ടീഷൻ അവിടെ അപ്ലൈ ആവില്ല. കാരണം ഇവിടെ കൊടുത്തിട്ടുള്ളത് എല്ലാ മാസവും 15-ാം തീയതി മുതൽ ഇത് എഫക്റ്റീവ് ആയാൽ മതി എന്നുള്ള രീതിയിലാണ്. അതായത് 15-ാം തീയതി മുതൽ ആ മാസത്തിന് 31 അല്ലെങ്കിൽ 30 അതുവരെ എഫക്റ്റർ ഉണ്ടാവും. നെക്സ്റ്റ് മന്തില് 15-ാം തീയതി വരെ ഈ ഒരു പേയ്മെന്റ് ടൈം വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോ ഇവിടെ 15 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ 15-ാം തീയതി ആവാതെ ഈ സംഭവം വർക്ക് ചെയ്യില്ല. അപ്പൊ അതിനേക്കാളും നല്ല തൽക്കാലം നമ്മളിത് ട്രെയിനിങ് സിറ്റുവേഷനിൽ ജസ്റ്റ് ഇത് ബ്ലാങ്ക് ആക്കി ഇടുന്നതായിരിക്കും നല്ലത്. ഡെയിലി ലിമിറ്റ് കൊടുക്കുന്നില്ല. പിന്നെ ഇത് കസ്റ്റമർക്കും വെൻഡർക്കും ആപ്ലിക്കബിൾ ആക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഒരേ ഡിസ്കൗണ്ട് ടൈം തന്നെ കസ്റ്റമർക്കും വെൻഡർക്കും ആപ്ലിക്കബിൾ ആക്കാം. അങ്ങനെ തന്നെ കിടന്നോട്ടെ. പിന്നെ ഇവിടെ ബേസ് ലൈൻ ഡേറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കിടപ്പുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു 15-ാം തീയതി അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, കലണ്ടർ ഡേറ്റ് വിച്ച് ദ സിസ്റ്റം ഓവറൈസ്ഡ് ഡേറ്റ് ഓഫ് ബേസ് ലൈൻ ഡേറ്റ് ഫോർ പേയ്മെന്റ്.
ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇന്ന് 10-ാം തീയതിയാണ്. ഓക്കെ, 10-ാം തീയതി ഉള്ളൊരു ബില്ലാണെങ്കിൽ എക്സൽ എടുത്ത് കാണിക്കാം. ഓക്കെ, 10-ാം തീയതി ഉള്ളൊരു ബില്ല് നമ്മുടെ കമ്പനി ഒരു 10 ദിവസം സാവകാശമാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോ 10 ദിവസമാണ് സാവകാശം കൊടുക്കുന്നത്. പൈസ തിരിച്ചടക്കേണ്ട തീയതി എന്ന് പറയുന്നത് അപ്പോ 10-ാം തീയതി പ്ലസ് 10 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന 20-ാം തീയതിയാണ് പൈസ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നോർമൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. എന്നാണോ മേടിച്ചത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സാവകാശം കമ്പനി കൊടുത്തിട്ടുണ്ടാവും, ആ ഒരു ഡേറ്റ്. പക്ഷെ ഇവിടെയുള്ള ഒരു ബേസ് ലൈൻ ഡേറ്റ് ഫോർ പേയ്മെന്റ് എന്ന് പറയുന്ന കാര്യം ഇതാണ്, കലണ്ടർ ഡേ ഫോർ ബേസ് ലൈൻ ഡേറ്റ് ഫോർ പേയ്മെന്റ്. അപ്പൊ ഇവിടെ ഇപ്പൊ 15 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം 10-ാം തീയതി 10 ദിവസം സാവകാശം ഉണ്ടെങ്കിലും സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് 15-ാം തീയതി മുതലായിരിക്കും സിസ്റ്റം ഡേറ്റ്, 15 ജൂൺ 2024. ബില്ലിലെ ഡേറ്റ് 10-ാം തീയതി ആണെങ്കിലും പൈസ കൊടുക്കേണ്ട തീയതി സിസ്റ്റത്തിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് 15 പ്ലസ് 10 എന്നുള്ള രീതിയിലായിരിക്കും. അതായത് 25 ദിവസം അല്ലെങ്കിൽ 25-ാം തീയതിയിൽ പൈസ തന്നാൽ മതി എന്നായിരിക്കും സിസ്റ്റം പറയുന്നത്. നോർമൽ കാൽക്കുലേഷൻ വെച്ചിട്ടാണെങ്കിൽ 10 ദിവസത്തെ സാവകാശമാണെങ്കിൽ 20-ാം തീയതി കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ഇവിടെ 15 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബേസ് ലൈൻ ഡേറ്റ് ഫോർ കാൽക്കുലേഷൻ ഫിക്സഡ് ഡേറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-ാം തീയതിയോ അതിന് മുമ്പത്തെ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് എന്ത് വന്നാലും 15-ാം തീയതി മുതലുള്ള ദിവസങ്ങളായിരിക്കും പേയ്മെന്റ് ഡേറ്റ് ആയിട്ട് സിസ്റ്റം എടുക്കുന്നത്. പിന്നെ ദിവസം കൂടാതെ അഡീഷണൽ ആയിട്ട് മാസവും സാവകാശം കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് അഡീഷണൽ മന്ത്. ഇപ്പൊ 2 മാസമൊക്കെ ആണെങ്കിൽ 2 മാസം അങ്ങനെ കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി. അതായത് ഇപ്പോ നമ്മുടെ ടേം ഇതാണ്, 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നത് 5 ദിവസത്തിനുള്ളിൽ തരുമ്പോൾ 20% ആണെങ്കിൽ 10 ദിവസം. ഓക്കെ, ഇപ്പോ ഇവിടെ എന്റെ കണ്ടീഷൻ ഇതാണ്, ഒരു ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 5 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ 30% വെൻഡർ നമുക്ക് തരുന്ന ഡിസ്കൗണ്ട്. അതായത് ഒരു സാധനം മേടിച്ച് 5 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും 30% ഡിസ്കൗണ്ട് കിട്ടും. 10 ദിവസത്തിനുള്ളിലാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ 20% നമുക്ക് ഡിസ്കൗണ്ട്. 30 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഇല്ല. അതാണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോ കഴിഞ്ഞ ദിവസം ഡിസ്കൗണ്ട് ഇപ്പൊ 1000 രൂപ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെയാണെങ്കിൽ ഈ പെർസെന്റേജ് അനുസരിച്ച് ഡിസ്കൗണ്ട് സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തരും. അതാണ് ഒരു വ്യത്യാസമുള്ളത്. ഓക്കെ, ഇനി ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. Here 30% discount if payment is made within 5 days. Full payment has to be made. ഈ 30 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചാർജുകളൊക്കെ വരാം. അതായത് കമ്പനി കൊടുക്കുന്ന സാവകാശം എന്ന് പറയുന്നത് 30 ദിവസമാണ്.
ഇനി അതിലും വൈകിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വെൻഡേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പലിശ ഈടാക്കാം, അല്ലെങ്കിൽ വല്ല നോട്ടീസൊക്കെ അയക്കുന്നതിന് അതിന് ചാർജ് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ പല ചാർജുകൾ ഉണ്ടാവും. നിലവിൽ ഇപ്പൊ ഈ വെൻഡർ അല്ലെങ്കിൽ ഒരു വെൻഡർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 5 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് തരാം, 10 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട്, 30 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ വേറെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അതായത് 30 ദിവസം ആവുന്നത് 10 ദിവസത്തിന് മുകളിലും, 10 ദിവസത്തിന് മുകളിലും 30 ദിവസത്തിന് താഴെയുമാണെങ്കിൽ അകത്തുമാണെങ്കിൽ ഡിസ്കൗണ്ട് ഇല്ല. പക്ഷെ ആ ഒരു സാവകാശം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ശരിക്കും നമ്മൾക്ക് മേടിക്കുന്ന ഐറ്റം കിട്ടുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ നമ്മൾ പൈസ കൊടുക്കണമായിരുന്നു. ഇവിടെ പക്ഷെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. അപ്പോ എല്ലാ കമ്പനികളും കസ്റ്റമേഴ്സ് പെട്ടെന്ന് പൈസ കൊടുക്കാനായിട്ട് കൊടുക്കുന്ന ചെറിയ നമ്പറുകളാണ് ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട്. അതായത് ഇങ്ങനെ ഡിസ്കൗണ്ട് നേരത്തെ അടക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ പേയ്മെന്റ് ടേമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ സേവ് ചെയ്തു. സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇതിപ്പോ OBB8 എന്ന് പറയുന്ന ഒരു ടി കോഡില് നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. സെർവറിന് അറിയില്ല ഇത് നമ്മുടെ കമ്പനിയിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഒരു വെൻഡർ ആയിട്ട് ഇതിനെ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പൊ നമ്മളുടെ കമ്പനിയിൽ കുറെ വെൻഡേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിലുള്ള ഏതെങ്കിലും ഒരു വെൻഡർ ആയിട്ട് നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഉള്ളത്. അസൈൻ പേയ്മെന്റ് ടേം ടു വെൻഡർ. ഓക്കെ, ഈ FK02 എന്ന് പറയുന്നത് വെൻഡറിനെ ചേഞ്ച് ചെയ്യാനുള്ള ടി കോഡാണ്. ഇവിടെ നമ്മളിപ്പോ ചൂസ് ചെയ്യാൻ പോകുന്നത് here we will be assigning payment term to vendor 1. കുറെ നാളായി വെൻഡർ 1-നെ യൂസ് ചെയ്തിട്ട്, അപ്പോൾ വെൻഡർ 1-നെ ഈ ഒരു പേയ്മെന്റ് ടേം ലിങ്ക് ചെയ്യാം. അപ്പോൾ FK02 പോവാം. FK02 ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാം. വെൻഡർ 1. ഓക്കെ, ഈ വെൻഡർ 1-ല് നമുക്ക് പോവേണ്ടത് പേയ്മെന്റ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇതിൽ തന്നെയാണ്. അതായത് ഈ വെൻഡർ 1-ന്റെ എല്ലാ പേജും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് പേജ് മാത്രം സെലക്ട് ചെയ്തിട്ട് എന്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേജ് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ വരും. എല്ലാ പേജും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പേയ്മെന്റ് ടൈം ആഡ് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനായിട്ട് ഇവിടെ കമ്പനി കോഡ് ഡാറ്റയിൽ പേയ്മെന്റ് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്റർ കീ പ്രസ് ചെയ്യാം. എന്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേയ്മെന്റ് ട്രാൻസാക്ഷൻ അക്കൗണ്ടിംഗ് എന്നുള്ള പേജിലേക്ക് വരും. ഇവിടെ ഏത് കോഡാണോ പേയ്മെന്റ് ടൈമിൽ കൊടുത്തിട്ടുള്ളത്, ഒന്നില്ലെങ്കിൽ അത് ഓർമ്മയുണ്ടെങ്കിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സെർച്ച് ചെയ്യാം. കോഡ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടും. ഇതാണ് ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത പേയ്മെന്റ് ടാറ്റ മോട്ടോഴ്സ് ഡിസ്കൗണ്ട് കണ്ടീഷൻ. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോഡ് അറിയാമെങ്കിൽ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. Specify payment term code and save. Okay, payment term code ഒന്ന് കൊടുക്കുക, സേവ് ചെയ്യും. ഓക്കെ, അതങ്ങനെ ക്രിയേഷൻ ആയി. ഇനി നമുക്ക് ഈ പേയ്മെന്റ് ടൈം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളിവിടെ പേയ്മെന്റ് ടൈം സെറ്റ് ചെയ്തിട്ടുള്ള ഇപ്പൊ വെൻഡർ 1-നാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോ ആ വെൻഡർ 1-ന്റെ ഒരു സാധാരണ പർച്ചേസ് ഇൻവോയ്സ് ഒന്ന് ചെയ്ത് നോക്കാം.
purchased materials worth rupees 10,000 from vendor 1. ഓക്കെ, അപ്പൊ ഇത് സാധാരണ ചെയ്യുന്ന പോലെ F-43 പോയി ചെയ്യാം. നോർമൽ പ്രൊസീജിയർ ആണ്. പഴയ നോട്ട് നോക്കാം. ഓക്കെ, പഴയ നോട്ട് നോക്കി, അതല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ F-43 പോവാം. ഡേറ്റ് കൊടുക്കുക. വെൻഡർ 1. ഇനി ഇവിടെ ഡിസ്കൗണ്ട് എന്നുള്ള കാര്യമേ വരില്ല. കാരണം ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ കണക്ക് കൂട്ടിക്കോളും. നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോ ഹെഡർ ടെക്സ്റ്റ് ഒക്കെ ഞാൻ വെറുതെ ഒന്ന് കൊടുക്കുന്നുണ്ട്. എമൗണ്ട് 10,000, നറേഷൻ പർച്ചേസ് ഡിസ്കൗണ്ട്, പോസ്റ്റിംഗ് ഫീ 40. ഓക്കെ, അപ്പൊ ഇതില് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെയാണ് ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് കൊടുത്തിരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു കോളം ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യാം. കാരണം സിസ്റ്റം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ. ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ജേണൽ എൻട്രി വരുന്നത്. വെൻഡർ 1 ടു പർച്ചേസ് 10,000 രൂപയുടെ പർച്ചേസ്. ഓക്കെ, പർച്ചേസ് ഡെബിറ്റും വെൻഡർ ക്രെഡിറ്റും സാധാരണ പർച്ചേസ് ബില്ല്. ഇനി ഡിസ്കൗണ്ട് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുന്ന തീയതിയും ദിവസമൊക്കെ നോക്കിയിട്ടാണ് സിസ്റ്റം ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് വർക്കിംഗ് ആണോ എന്ന് അറിയാനായിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. പോസ്റ്റ് ഔട്ട് ഗോയിങ് പേയ്മെന്റ്, paid vendor 1 discount will be calculated automatically. ഓക്കെ, അപ്പോ ഡിസ്കൗണ്ട് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഡിസ്കൗണ്ട് ഇടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതായത് അപ്പോ റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിയുമ്പോൾ 10,000 രൂപയായിരിക്കും വെൻഡർ കൊടുക്കാനുള്ളത്. FBL1N തൽക്കാലം ഇന്നത്തെ ഡേറ്റിൽ മാത്രം എടുക്കുന്നുള്ളൂ. കഴിഞ്ഞ ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഇവിടെ നോക്കുമ്പോൾ 10,000 രൂപ പർച്ചേസ് ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ 10,000 രൂപ കൊടുക്കാനുണ്ട്. പക്ഷേ നിങ്ങളൊരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ കമ്പനിയിൽ പല പല സ്റ്റാഫുകളായിരിക്കും പല കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പൊ പർച്ചേസ് ചെയ്ത ആളായിരിക്കില്ല ചിലപ്പോൾ പൈസ കൊടുക്കുന്നത്. അപ്പോ ഇപ്പൊ ഞാനാണ് പർച്ചേസ് റെക്കോർഡ് ചെയ്തെങ്കിൽ ചിലപ്പോ പൈസ കൊടുക്കുന്നത് ചിലപ്പോ അഫ്സലായിരിക്കും. അപ്പൊ അങ്ങനെ പല ആൾക്കാരായിരിക്കും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് അറിയില്ല എത്രയാണ് എമൗണ്ട് കൊടുക്കേണ്ടതെന്ന്. കാരണം ഡിസ്കൗണ്ട് എത്രയാണെന്ന് സോഫ്റ്റ്വെയർ ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ F-53 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഡേറ്റ് കൊടുക്കും. ഓക്കെ, വെൻഡർ പേയ്മെന്റ് വിത്ത് ഡിസ്കൗണ്ട്, വെൻഡർ പേയ്മെന്റ് വിത്ത് ഡിസ്കൗണ്ട്.
ഓക്കെ, ഇനി ഇവിടെ എമൗണ്ട് കൊടുക്കുമ്പോൾ ആദ്യം ഫുൾ എമൗണ്ട് കൊടുക്കുക. പക്ഷെ ഫുൾ എമൗണ്ട് എന്തായാലും കൊടുക്കേണ്ട വരില്ല, കാരണം ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ആണ്. അപ്പോൾ മാക്സിമം 30% നമുക്ക് ഡിസ്കൗണ്ട് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. 10,000-ന്റെ 30% എന്ന് പറയുമ്പോൾ 3,000 രൂപ കുറച്ചിട്ട് 7,000 രൂപ കൊടുത്താൽ മതി. പക്ഷെ നമ്മൾക്ക് അറിയില്ല, നമ്മൾ അങ്ങനത്തെ ഒരു, അതായത് പർച്ചേസ് ചെയ്തപ്പോൾ കണ്ടീഷൻ നമുക്ക് അറിയില്ല. നമ്മൾ ഓർക്കാതെ 10,000 കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. പിന്നെ നറേഷനും താഴത്തേക്ക് കോപ്പി ചെയ്യാം. വെൻഡർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വെൻഡർ പേയ്മെന്റ് വിത്ത് ഡിസ്കൗണ്ട് സാധാരണ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ, എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, വ്യത്യാസം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് എന്റർ കീ പ്രസ് ചെയ്യാം, നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഓക്കെ, അപ്പോ ഇവിടെ ഡിസ്കൗണ്ട് വരേണ്ടതായിരുന്നു, ഒന്നില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു 30% വരും, പക്ഷെ ഇവിടെ വന്നില്ല. എന്താ നോക്കട്ടെ കേട്ടോ. ചിലപ്പോ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റിൽ പേയ്മെന്റ് ടേം എന്നുള്ളത് സപ്രസ് ആയി കിടക്കുകയാണെങ്കിൽ വരില്ല. നോക്കട്ടെ. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തപ്പോഴും ആ ഒരു ഡിസ്കൗണ്ട് എന്നുള്ള കോളം വരുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോ അതേപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. ഇവിടെ പേയ്മെന്റ് ടേം സപ്രസ് ആയി കിടക്കുകയാണ്. അപ്പോ അതുകൊണ്ടാണ് ആ ഡിസ്കൗണ്ട് വരാതിരുന്നത്. അതായിരിക്കാം ഒരു റീസൺ. അപ്പൊ തൽക്കാലം ഇതിപ്പോ പേയ്മെന്റ് ടേം മാറ്റിയിട്ട് ഓപ്ഷനിലാക്കി സേവ് ചെയ്യണം. ഓക്കെ, സേവ് ആയി. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ ബില്ല് ഞാൻ ഡിസ്കൗണ്ട് ഇല്ലാതെ ഒന്ന് സേവ് ചെയ്ത് നോക്കാൻ പോയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ബില്ലും കൂടി ചെയ്യാം.
നിലവിലിപ്പോൾ ഡിസ്കൗണ്ട് വന്നില്ല. അപ്പോൾ ഞാൻ ഫുൾ എമൗണ്ട് പേ ചെയ്യും. സേവ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും ഒരു F-43 പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. സെയിം വെൻഡർ വെച്ചിട്ട്. ഓക്കെ, ഇവിടെ വെൻഡർ 1 ഇവിടെ വന്നിട്ടുണ്ട് 5901. പക്ഷെ ഇവിടെ എന്തോ റീസൺ കൊണ്ട് ഇവിടെ പേയ്മെന്റ് ടൈം വരുന്നില്ല. അതായത് ഇവിടെ ഇപ്പോ പേയ്മെന്റ് ടൈം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ FK02 FK02 ഈ വെൻഡർ 5901 എന്നുള്ള വെൻഡറിനെയും TTMR എന്നുള്ള പേയ്മെന്റ് ടൈം ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാധാരണ സെർവറിലൊക്കെ ഈ ഒരു കോഡ് ഇവിടെ കൊടുക്കുമ്പോൾ ആ വെൻഡറിന് ഉപയോഗിക്കുന്ന എല്ലാ വിൻഡോയിലും ആ പേയ്മെന്റ് ടൈം ഇങ്ങനെ തനിയെ വരണം, ഓൾറെഡി പ്രീ ഫിൽഡ് ആയിട്ട് വരണം. പക്ഷെ ഈ സെർവറിൽ എന്തുകൊണ്ടോ അത് വരുന്നില്ല, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം. ഇനി ഇവിടെ കാര്യം കൂടി നോക്കട്ടെ. 2 സ്ഥലത്ത് ചിലപ്പോൾ പേയ്മെന്റ് ടൈം കൊടുക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അതിന്റെ അല്ല, ഇത് ഓട്ടോമാറ്റിക് വരേണ്ടതാണ്. പക്ഷെ വരുന്നില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, പേയ്മെന്റ് ടൈം ഇവിടെ മാനുവൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പേയ്മെന്റ് ടൈം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നറേഷനും കൊടുക്കാം. എൻ്റെ പേയ്മെന്റ് വിത്ത് ഡിസ്കൗണ്ട്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് പേയ്മെന്റ് ടൈം വരികയാണെങ്കിൽ ഇവിടെ സൈഡിൽ ആ ഒരു ഡിസ്കൗണ്ട് പെർസെന്റേജ് കൂടി ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുത്തത് കൊണ്ട് സ്ക്രീൻ ഇതിപ്പോൾ റിഫ്രഷ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഡിസ്കൗണ്ടിന്റെ ടേം വരാത്തത്. ഇനിയിപ്പോ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്രഷ് ആവും, പക്ഷെ അടുത്ത പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് വീണ്ടും എടുക്കുന്നില്ല. തൽക്കാലം എമൗണ്ട് കൊടുത്തു. ഇനി പോസ്റ്റിംഗ് കീ 40 പർച്ചേസിലെത്തും. ഓക്കെ, അപ്പൊ ഇതില് ഡിസ്കൗണ്ട് എമൗണ്ട് ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യാം. പക്ഷേ പേയ്മെന്റ് ടൈം നിങ്ങളപ്പോ സെയിം സെർവർ ആയതുകൊണ്ട് ഇത് മാനുവലി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട, ഒരു ഓട്ടോമാറ്റിക് വരുന്നില്ല. സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോ ഇവിടെ പേയ്മെന്റ് ടൈം ഒന്ന് ഓക്കെ. ഇപ്പൊ എന്റർ കീ പ്രസ് ചെയ്തപ്പോ ആ ഒരു പേയ്മെന്റ് ടൈം ഇവിടെ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 30, 20, 30 സ്റ്റാർ പ്ലസ്
സേവ് ചെയ്യാം. ഓക്കെ, അത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ജേണൽ എൻട്രി ഒക്കെ സെയിം തന്നെ ആയിരിക്കും. വെൻഡർക്ക് 10,000 രൂപ കൊടുക്കാനായിട്ടായിരിക്കും സിസ്റ്റത്തിൽ റെക്കോർഡ് ആവുന്നത്. പേയ്മെന്റ് ചെയ്യാനായിട്ടും F-53 നമ്മൾ ഫുൾ എമൗണ്ട് ആയിരിക്കും പേയ്മെന്റ് ചെയ്യാൻ നോക്കുന്നത്. ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ആവുന്നത്. അപ്പോൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് /NF-53 പോവാം. ഓക്കെ, ഇപ്പോഴും നമുക്ക് എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് അറിയില്ല. അതാണ് സിറ്റുവേഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, വെൻഡർ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഈ സ്ക്രീൻഷോട്ട് ഉള്ള പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് എൻ്റർ കീ. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇതിങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റിൽ ആ ഒരു പേയ്മെന്റ് ടൈം എന്ന് പറയുന്നത് സപ്രസ് ആയി കിടക്കുകയായിരുന്നു. ഓഫായി കിടക്കുന്നത് കൊണ്ട് സിസ്റ്റം ആ പേയ്മെന്റ് ടൈമേ എടുത്തില്ല. പക്ഷെ പിന്നീട് ആ സപ്രസ് മാറ്റി എടുത്തു വന്നപ്പോഴും ആ പേയ്മെന്റ് ടൈം FK02 അസൈൻ ആയിട്ട് കിടപ്പുണ്ടെങ്കിലും സെർവറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബില്ലിലേക്ക് വരുന്നില്ല. അത് സെർവറിൽ എന്തോ ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ചെയ്തത് മാനുവലി പേയ്മെന്റ് ടൈം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിസ്കൗണ്ട് സിസ്റ്റം പറഞ്ഞു 5 ദിവസത്തിനുള്ളിൽ പൈസ തന്നു. അതുകൊണ്ട് 30% ഡിസ്കൗണ്ട് ഉണ്ട്. 3000 രൂപ ഡിസ്കൗണ്ട് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊരു പ്രശ്നം ഈ താഴെ കാണുന്നതാണ്. എമൗണ്ട് എൻ്റെടും അസൈൻഡും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ എപ്പോഴും 10,000 രൂപയാണ് പൈസ കൊടുക്കുകയാണെങ്കിൽ 10,000 തന്നെ ആയിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിനു മുമ്പ് ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ എത്രയാണ് ഡിസ്കൗണ്ട് അത് കുറച്ചിട്ടാണ് നമ്മൾ പേയ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്ന ഫീൽഡ് ടൈപ്പ് ചെയ്തത്. ഇവിടെ ഇപ്പൊ എത്രയാണ് ഡിസ്കൗണ്ട് നമുക്ക് അറിയില്ല, സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. നമ്മളപ്പോൾ ഓർക്കാതെ ഫുൾ എമൗണ്ട് ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോ ഇതായിരിക്കും. ഇവിടെ here discount is calculated automatically but the amount entered and assigned is different. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മളെ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത എമൗണ്ട് 10,000 ആണ്. അത് മാറ്റിയിട്ട് 7,000 എന്നാക്കണം. ഓക്കെ, യു ഹാവ് ടു എഡിറ്റ് ദ എമൗണ്ട് എൻ്റേർഡ്. ഈ ഒരു സംഭവം മാറ്റണം, 10,000 എന്നുള്ളത് മാറ്റണം. അതിന് ഇവിടെ ചാർജ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്ന ബട്ടൺ കിടപ്പുണ്ട്. ഓക്കെ, അതാണ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മളൊരു എമൗണ്ട് ഒക്കെ ടൈപ്പ് ചെയ്ത് അതിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്ക ബില്ലിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ടാവും, ചാർജ് ഓഫ് ഡിഫറൻസ്. ഓക്കെ, സോ ക്ലിക്ക് ചാർജ് ഓഫ് ഡിഫറൻസ്. ചാർജ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടൺ. ചാർജ് ഓഫ് ഡിഫറൻസ് സെലക്ട് ചെയ്യാം. ഇങ്ങനൊരു പേജിലേക്ക് വരും. ഇതിൽ ഈ ക്യാഷിൽ കിടക്കുന്ന 10,000 ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ഓൺ ക്യാഷ് ലൈൻ. അതായത് ഇതിൽ ലൈൻ ഐറ്റം എന്നാണ് ഇതിനെ പറയുന്നത്. ക്യാഷ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എമൗണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ എമൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് 7,000 ആക്കാം.
ഇതൊന്നില്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുക, എഡിറ്റ് ദ എമൗണ്ട് ആൻഡ് സേവ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കഴിഞ്ഞ വിൻഡോയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോസസ് ഓപ്പൺ ഐറ്റം എന്ന് പറയുന്ന ബട്ടൺ കിടപ്പുണ്ട്. അതന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വിൻഡോയിലേക്ക് വരും. ഓക്കെ, അതായത് ചാർജ് ഓഫ് ഡിഫറൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യുക. ഇനി എഡിഷൻ കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി സേവ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും പ്രോസസ് ഓപ്പൺ ഐറ്റം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പേജിലേക്ക് പോകും. ഇപ്പൊ തൽക്കാലം ഞാനൊന്ന് സേവ് ചെയ്യണം. ഇപ്പൊ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആ ട്രാൻസാക്ഷൻ അവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. അതായത് ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് പേ ആയി. ഇനി ഇതിന്റെ ജേണൽ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റിൽ പോയിട്ട് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതായിരിക്കും റെക്കോർഡായ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ക്യാഷ് വഴി 7000 രൂപ മാത്രം പോയി, ഡിസ്കൗണ്ട് 3000, വെൻഡർ 1 എന്ന് പറയുന്ന ബാധ്യത കുറഞ്ഞത് 10000. ഓക്കെ, ഇതായിരിക്കും ജേണൽ എൻട്രി. ഡോക്യുമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ടി കോഡ് ആണെങ്കിൽ FB03 ആണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഡോക്യുമെന്റിൽ പോയിട്ട് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഓൾറെഡി F-53 നിൽക്കുന്നതെങ്കിൽ ആ ഡോക്യുമെന്റിൽ നിന്ന് ഡിസ്പ്ലേ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു പേയ്മെന്റ് ടേം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഓട്ടോമാറ്റിക്, അതായത് നിങ്ങൾ ചെയ്യുമ്പോഴില്ല, ആ അസൈൻമെന്റ് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ആ പേയ്മെന്റ് ടേം F-43 പർച്ചേസിൽ നിങ്ങളുടെ വെൻഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ പേയ്മെന്റ് ടൈം ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൽ ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആദ്യം സംഭവിച്ച പോലെ നിങ്ങളുടെ പേയ്മെന്റ് ടേം എന്ന് പറയുന്ന ഫീൽഡ് സപ്രസ് ആയിട്ട് കിടക്കുകയായിരിക്കും. അപ്പോ ഇത് ചെയ്യുന്നതിന് മുമ്പ് OBC4 എന്നുള്ള ടി കോഡിൽ പോവാം. നിങ്ങളുടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റിൽ ആ കോഡ് ഒന്ന് പൊസിഷൻ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി, അതിലേക്ക് എത്തും. അതില് G067 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. G067 ഗ്രൂപ്പിലാണ് വെൻഡർ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വെൻഡർ ലെഡ്ജർ G067 പേയ്മെന്റ് ടേം സപ്രസ് ആയിട്ട് ഇടയ്ക്കായിരിക്കും. അതൊന്ന് ഓപ്ഷണൽ ആക്കാം. അപ്പോ ആദ്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് OBC4 പോവേണ്ടതായിട്ട് വരും. OBC4 പോയിട്ട് സപ്രസ് മാറ്റി ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. ഇതെല്ലാം കൂടി